ഇന്ന് നമുക്ക് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ ഹാർമോണിയത്തിൽ പഠിക്കാം. ഇത് ഷഹാന രാഗമാണ്. ഷഹാന രാഗത്തിൻ്റെ ആരോഹണം അവരോഹണമൊക്കെ ഞാനൊരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് ഈ പാട്ട് തന്നെ. അതിലൊന്ന് കേട്ട് പഠിച്ചോളി. പക്ഷേ മാണിക്യ വീണയുമായി വായിക്കുന്ന അതേ ഇതിൽ കൂടെ ഇങ്ങനെ പോവാം. കൈ മാണിക്യ വീണയുമായി പഠിച്ചു കഴിഞ്ഞാൽ അതേ സ്വരങ്ങൾ കൂടെ തന്നെ ഇങ്ങനെ ഓടിക്കാം കേട്ടോ. കൈ പ്രയാസമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ട്യൂട്ടോറിയൽ കണ്ടിട്ട് അതിൻ്റെ ആരോഹണം അവരോഹണം കണ്ടുപിടിച്ചിട്ട് കേട്ടാൽ മതി. ഇതിൽ വായിക്കാൻ വേണ്ടി ചെറുതും വലുതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഒരു സമയം പോക്കണ്ട. താമരപ്പൂവിൽ ഗപ്പപ്പപ്പമമ്മ, ഇത്രയും അല്ല കേട്ടോ. ഗപ്പപ്പപ്പമമ്മ ഗപ്പപ്പപ്പമമ്മ. ഇതാ ഗപ്പപ്പപ്പമമ്മ ഗരിരി. കൈയൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ ഒന്ന് മാറ്റി വെക്കുന്നതൊക്കെ. ഇങ്ങനെയൊന്നും അല്ല വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? വായിക്കുമ്പോൾ ഒരു സ്റ്റൈലുണ്ട്. കൈ ഇങ്ങനെ പോവുള്ളൂ. ഇത് അവിടെ തൊടാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പരത്തി കാണിച്ചൊക്കെ തരുന്നത് നിങ്ങൾക്ക് ഒന്നായിട്ട് കണ്ടോട്ടെ. ഇനി മാഷ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കാണിച്ചത്, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയാണ് വായിക്കുന്നത് പറയരുത്. നിങ്ങൾക്ക് കാണണത്. ഇതിൽ അങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. ഇതിൽ എല്ലാ സജ്ജീകരണം ഇവിടെ ഇല്ല. ഓക്കെ. ഗപ്പപ്പപ്പമമ്മ ഗരിരി താമരപ്പൂവിൽ വാഴും. മനസ്സിലായോ? ഗപ്പപ്പപ്പമമ്മ ഗരിരി താമരപ്പൂവിൽ വാഴും. അപ്പോൾ സ്വരം വെറുതെ ഒന്ന് കാണിച്ചു തരാം. പ്ലെയിനാ വായിക്കുന്നത്, സ്റ്റൈലൊന്നും വായിക്കണ്ട. ഇത് പ്ലെയിൻ ആയതുകൊണ്ടാണ് രസം കുറച്ച് കുറയും. ദേവിയല്ലോ നീ സാരി ഗസ സരിരി സാരി ഗസ സരിരി. അപ്പൊ പ്ലെയിൻ ആയിട്ട് വായിക്കുമ്പോ സാരി ഗസ സരിരി. ആ രിരി കുറച്ചുകൂടി ഭംഗി കൂട്ടണമെങ്കിൽ സാരി സാരി ഗസ സരിരി. അതാണ് ഞാൻ അങ്ങനെ വായിച്ചത് കേട്ടോ. നിങ്ങൾ മെല്ലെ ഇത് പ്ലെയിൻ വായിച്ചോളി. അപ്പോൾ മനസ്സിലായോ? ഗപ്പപ്പപ്പമമ്മ ഗരിരി സാരി ഗസ സരിരി. അത്രയും പഠിക്കുക. അടുത്തത് പൂനില കടലിൽ പൂക്കും. അവിടെ സരിരി മാഗരിരി പൂനില കടലിൽ പൂക്കും മഗരി ദാസരി മഗരി. അവിടെ ധാസസ രിരി മാ മഗരി ആട്ടോ. ഇനി അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാട്ടിൽ കേട്ടാൽ കറക്റ്റ് ആയിരിക്കും ഞാൻ ചെയ്ത്. അത് കേട്ട് സ്വരം നോക്കി ഇതിലേക്ക് കൊണ്ടുവന്നാൽ മതി. ചെറിയ എവിടെയെങ്കിലും ഒരു ഡെട്ട് ഉണ്ടെങ്കിൽ ധാസസ രിരി മാ മഗരി. ദാ ധാസസ രിരി മാ മഗരി പൂനില കടലിൽ പൂക്കും. കറക്റ്റാണ്. ഇതാ ധാസസ രിരി മാ മഗരി ധാസസ രിരി മാ മഗരി പൂനില കടലിൽ പൂക്കും. ഇതൊക്കെ പ്ലെയിൻ ആയിട്ട് പാടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയാണ്. പാട്ടിലൊന്നും ഞാൻ അങ്ങനെയല്ല പാടിയത്. അടുത്തത് പുണ്യമല്ലോ നീ സരി ഗഗ സരി സസ. എന്താ മാഷ് ഇങ്ങനെ പാടുന്നത് വിചാരിക്കും. ഇങ്ങനെ തന്നെയാണ് ട്യൂട്ടോറിയലും വിചാരിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കരുതേ. ട്യൂട്ടോറിയലൊക്കെ അടിച്ചു പൊളിച്ചിട്ടാണ് പാടിയത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടി പ്ലെയിനായിട്ട് പറഞ്ഞിരുന്നത്. പൂനില
കടലിൽ പൂക്കും ധാസ സ രി രി മാ മ ഗ ഗ രി. അടുത്തത് സരി ഗ ഗ സരി സ സ. കൈ കാണുന്നുണ്ടോ? സരി ഗ ഗ സരി സ സ. പുണ്യമല്ലോ നീ. താളം ത്രിപുടി, തിസ്രജാതി ത്രിപുടിയാണേ. 3 4 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4. അപ്പം പുണ്യമല്ലോ നീ. ലാസ്റ്റ് ഒന്നും കൂടി. ധാസ സ രി രി മാ മ ഗ ഗ രി സരി ഗ ഗ സരി സ സ. പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്ക്, നല്ലോണം പഠിക്ക്. ഗംഭീരമായിട്ട് വായിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് ഇനി എന്താ പിന്നെയും ഡൗട്ടും പ്രയാസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ എനിക്ക് തിരക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടും നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിക്കണ്ടേ? ഓക്കെ, അപ്പോൾ നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ല നല്ല പാട്ടുകൾ, ചെറിയ പാട്ടുകൾ ആദ്യം ഇട്ടുതരാം. എന്നിട്ട് നല്ല കുറച്ചും കൂടി കട്ടിയുള്ള പാട്ടുകളൊക്കെ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കും. ശരി.